ഓം നമോ നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സുസ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വിഷയം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 പുതുവർഷത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. വിശാഖം നക്ഷത്ര ജാതകർക്ക് 2024 പുതുവർഷത്തിൽ അവിചാരിതമായ യാത്രകൾ അനിവാര്യമായി വരുന്ന കാലഘട്ടമാണ്. മാനസികമായ കാര്യങ്ങളിൽ നേരിയ രീതിയിലുള്ള സന്തോഷം വർദ്ധിക്കും. പഴയ സുഹൃത്തുക്കളെ കാണുവാനും ഒരുമിച്ച് സഹകരിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായി വരും. ഗൃഹനിർമ്മാണത്തിലോ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ സാധ്യത കാണുന്നുണ്ട്. നിലവിലുള്ള തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും. ഗൃഹത്തിലേക്കായി പുതിയതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് മേഖലയിലും സ്വയം തൊഴിൽ മേഖലയിലും ധനപരമായ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. യാത്രകൾ അനിവാര്യമായി വരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഈ സമയം അവസരങ്ങൾ ഉണ്ടാകും. ജോലിയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് അവധിയെടുക്കുവാൻ സാധ്യത വരും. ദീർഘദൂര യാത്രകൾ നടത്തുകയും അതിനായി പണം ചിലവ് ഉണ്ടാവുകയും ചെയ്യും, അല്ലെങ്കിൽ പണച്ചിലവ് വർദ്ധിക്കുകയും ത്വക്ക് രോഗങ്ങൾ, കഫവാതജന്യമായ രോഗങ്ങൾ എന്നിവ വന്നുപെടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. പുതിയതായി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി ആലോചിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആരോഗ്യപരമായി കുറച്ച് ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ബന്ധുക്കളുമായി നിലനിൽക്കുന്ന അകൽച്ചകൾ അവസാനിക്കും. സന്താനങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ അരിഷ്ടതകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയം വളരെ കൂടുതലാണ്. കൂടാതെ സന്താനങ്ങളുടെ സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സുഹൃത്തുക്കളുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വളരെ കാര്യമാകാതെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം കലാകായിക രംഗങ്ങളിലും നേട്ടങ്ങളും വിജയങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കുന്നതാണ്. തൊഴിൽപരമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ പുതുതായി വാങ്ങുവാനും സാധിക്കുന്ന സമയമാണിത്. വിശാഖം നക്ഷത്ര ജാതകർ ഈ സമയത്ത് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും പ്രാർത്ഥനകളും യഥാവിധി വഴിപാടുകളും നടത്തേണ്ടതാണ്. പല പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും നീങ്ങുന്നതായി അനുഭവത്തിൽ വരും.
മുടക്കത്തിൽ കിടക്കുന്ന പല ജോലികളും പുനരാരംഭിക്കുവാൻ കഴിയുന്നതായിരിക്കും. സാമ്പത്തികപരമായ ലാഭം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദൃഢനിശ്ചയങ്ങൾ എടുക്കുവാൻ നിർബന്ധിതരാകും. എവരെയും സഹായിക്കുവാനുള്ള മനസ്ഥിതിയും മറ്റുള്ളവരുടെ വളർച്ച ആഗ്രഹിക്കുന്ന സ്വഭാവത്തിന് ഉടമകളുമായിരിക്കും വിശാഖ നക്ഷത്രം. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചാൽ വിജയിക്കുവാൻ സാധിക്കുകയും ധാരാളം സാമൂഹിക സേവനങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. ധനപരമായ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കൊടുത്ത ധനം തിരികെ ലഭിക്കുവാൻ കുറച്ച് പരിശ്രമിക്കേണ്ടതായും വരും. ഈശ്വര പ്രാർത്ഥനകൾ നടത്തുമ്പോൾ വളരെ ഭക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക. ശുദ്ധി എന്നിവ ഈശ്വര കാര്യങ്ങളിൽ പ്രധാനമാണ്. വർഷത്തിൻ്റെ ആദ്യ കുറച്ചു നാളുകളിൽ ഉറക്കക്കുറവ് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിൽ ശമനം ഉണ്ടാകുന്നതും ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.